ചിലരൊക്കെ ചില വാഹനങ്ങളൊക്കെ ഓടിക്കുന്നത് കാണുമ്പോൾ നമ്മൾ കൗതുകത്തോടു കൂടി നോക്കി പോകും അല്ലേ? അങ്ങനെ ഒരാളെ കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത്. വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. അതായത് തൃശൂർ ജില്ലയിൽ നിന്ന് ട്രെയിലർ ഓടിക്കാൻ ലൈസൻസ് എടുക്കുന്ന ആദ്യ വനിതയായി പനമുക്ക് സ്വദേശിയായ ജസ്മി. മൾട്ടി ആക്സൽ ട്രെയിലറുകൾ ഓടിക്കാൻ പിതാവ് വിൽസനാണ് പ്രചോദനം നൽകിയത്. ഇതോടെ തൃശൂർ അത്താണിയിൽ പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റിൽ വിജയിക്കുകയും ചെയ്തു. തൃശൂർ പനമുക്കുകാരിയായ ജസ്മി ഇരുചക്ര വാഹനത്തിന്റെയും ഓട്ടോറിക്ഷയുടെയും കാറിന്റെയും എല്ലാം ലൈസൻസാണ് ആദ്യം എടുത്തത്. പിന്നീടാണ് ഒരു കാര്യം ഓർത്തത്. തന്റെ കുടുംബത്തിൽ ഹെവി ലൈസൻസ് ഉള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരെല്ലാം പുരുഷന്മാരാണ്. എന്തുകൊണ്ട് ഒരു വനിതയായ തനിക്ക് അത് എടുത്തുകൂടാ എന്ന് തോന്നി. അങ്ങനെ ആദ്യം ഹെവി ലൈസൻസ് എടുത്തു. പക്ഷേ അവിടം കൊണ്ട് നിർത്തിയില്ല. അതിലും വലിയ വാഹനങ്ങൾ ഓടിക്കുന്നതായിരുന്നു ഈ വീട്ടമ്മയുടെ സ്വപ്നം. വലിയ വാഹനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും റോട്ടിൽ കൂടെയൊക്കെ നമ്മൾ വലിയ ചെറുപ്രായത്തിൽ ഇങ്ങനെ വലിയ വണ്ടികൾ പോകുമ്പോൾ എനിക്ക് എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടാകാറുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് എൻ്റെ ഫാദർ ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിരുന്നു. എൻ്റെ ആങ്ങളെയും ഈ ഫീൽഡിൽ ഹെവി ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും തോന്നി 2 വീലർ 4 വീലറൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഹെവി ലൈസൻസ് എടുത്താലാന്ന് തോന്നിയപ്പോൾ ഞാൻ ഹെവി ലൈസൻസിന് ഇന്ത്യനിൽ കൊടുത്തു. അങ്ങനെ പിതാവ് വിൽസനോട് തന്റെ ആഗ്രഹം പറഞ്ഞു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ട്രക്കുമായി പോയിട്ടുള്ള അദ്ദേഹം വലിയ പ്രോത്സാഹനവുമായി കൂടെ നിന്നു. KSRTC കണ്ടക്ടറായ ഭർത്താവ് സജുവും മക്കളായ ഹെലൻ റോസും ഹെൽഗ റോസും പൂർണ്ണ പിന്തുണയുമായി ഒപ്പം കൂടി. എല്ലാവരേക്കാളും കൂടുതൽ സപ്പോർട്ട് എൻ്റെ മൂത്ത മോള് ഹെലൻ റോസ് ആണ്. രണ്ട് മക്കളും പൂർണ്ണ സപ്പോർട്ടാണ്. അത് എടുത്തു പറയാവുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പം പലപ്പോഴും ടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഗ്രൗണ്ടിൽ വരുമ്പോൾ അതിരാവിലെ തന്നെയൊക്കെ വരേണ്ടി വരും. അപ്പോൾ മക്കളാണ് വീട്ടിലെ കാര്യങ്ങൾ ഫുള്ള് ചെയ്യുക. മമ്മി പൊക്കോ ഫുഡ് കാര്യങ്ങൾ വരെ അവരെന്നെ തയ്യാറാക്കും. മമ്മി ടെൻഷൻ അടിക്കണ്ട, മമ്മി പൊക്കോ. ഡിഫൻസീവ് ഡ്രൈവിംഗ് സ്കൂളിലാണ് ട്രെയിലർ ലൈസൻസ് എടുക്കാൻ എത്തിയത്. ഈ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ വനിതകളാണ് ഈ മേഖലയിലേക്ക് കൂടുതലായിട്ട് വമ്പൻ ട്രക്കുകൾ ഓടിച്ച് കിലോമീറ്ററുകൾ ഓടിച്ച് പോകണം. അത് നമുക്ക് ഇവിടെയും വരണം. ഒരു സ്ത്രീ സമത്വമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലൊരു വനിതയാണ്. ഇപ്പോൾ വളരെ ഇൻഡസ്ട്രീവായിട്ട് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് സ്വയം ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് പഠിക്കാൻ വന്ന ഒരാളാണ്. അവരെ എന്തുകൊണ്ട് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. ആദ്യമായി ട്രെയിലർ ലൈസൻസ് എടുക്കാനെത്തിയ വനിതയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. കൃത്യമായ ട്രെയിനിങ്ങും നൽകി. അങ്ങനെ കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലയിലെ ആദ്യ വനിതാ ട്രെയിലർ ഡ്രൈവറായി ജസ്മിക്ക് ലൈസൻസ് ലഭിച്ചു. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുറെ ഇതൊക്കെ വിദേശത്ത് ട്രക്ക് ഓടിപ്പിക്കുന്നത്. അതൊക്കെ ഭയങ്കര ഹരമായിരുന്നു. അപ്പോൾ എനിക്കും നേടണമെന്ന ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. ഇവിടെ ഹെവി ലൈസൻസ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് മാഷിനോട് പറഞ്ഞപ്പോൾ ഇന്ത്യനിലെ മാഷ് പറഞ്ഞു, ആ ലൈസൻസ് ട്രക്കിൻ്റെ ലൈസൻസ് എടുത്തോ, ആഗ്രഹമല്ലേ അത് നിറവേറട്ടെ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഉടനടി നമുക്കത് പൊരിച്ചെടുക്കാമെന്ന് കരുതി. ഇത് ഓടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ശ്രദ്ധ വേണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെവി ലൈസൻസ് ബസ്സായിക്കോട്ടെ കാറായിക്കോട്ടെ എന്തായെങ്കിലും നമ്മൾ ഒരു ചെറിയ ഉദാഹരണം പറയാമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിങ് റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് റൈറ്റിലോട്ട് പോകും. ഇത് റിവേഴ്സ് വയ്ക്കുന്ന സമയത്ത് റൈറ്റിലോട്ടാണ് നമുക്ക് തിരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റിലോട്ട് സ്റ്റിയറിങ് തിരിക്കണം. നേരെ ഓപ്പോസിറ്റാണ്. ലെഫ്റ്റിലോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിങ് റൈറ്റിലോട്ട് തിരിക്കണം. ഇത് ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മളിത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ചധികം ഇത് പഠിക്കുന്നേ വേണം. പണിയാ എളുപ്പത്തിൽ നേടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. വിദേശ രാജ്യങ്ങളിൽ വനിതകളായ ഡ്രൈവർമാരുടെ ജീവിതം ഓൺലൈനിലൂടെ കണ്ടറിഞ്ഞിട്ടുണ്ട് ജസ്മി. അതുപോലെ തനിക്കും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം എന്നുള്ളതാണ് ആഗ്രഹം. ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹം നിറവേറ്റാനുള്ള ഒരു ആദ്യത്തെ കടമ്പയാണ് ജസ്മി ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ നേടാനായി ഒരുപാട് ആളുകളുടെ സപ്പോർട്ടും വേണം. അതൊക്കെ അധികം വൈകാതെ തന്നെ ലഭിച്ച് ആ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുമെന്നാണ് ജസ്മിയുടെ പ്രതീക്ഷ. മണികണ്ഠനൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.
MS ലിഷോയ് തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. ലിഷോയ്, നേരിട്ട് കണ്ടപ്പോഴുള്ള ഒരു കൗതുകമൊക്കെ ഉണ്ടായിരിക്കുമല്ലേ? നമ്മൾ അങ്ങ് അധികം കേൾക്കാത്തൊരു കാര്യമാണ് വനിതകൾ ഹെവി ലൈസൻസ് എടുക്കുന്നു, ആ വാഹനം ഓടിക്കുന്നു. നമ്മൾ അധികം കണ്ടിട്ടോ ഒന്നുമില്ല. ശരിയാണ്. ജസ്മിയെ സംബന്ധിച്ച് വലിയൊരു ആഗ്രഹമായിരുന്നു, വെറുതെ ഒരു ലൈസൻസ് കിട്ടി ആ ഒരു ലൈസൻസ് അങ്ങ് എടുത്ത് കളയാം എന്നിട്ട് അങ്ങ് കൈവച്ചേക്കാം എന്ന് വിചാരിക്കുന്ന ആളൊന്നുമല്ല. വലിയ പ്ലാനുകൾ ഇനിയുണ്ടല്ലേ? തീർച്ചയായും. അതായത് ട്രെയിലർ ലൈസൻസ് ആണ് അത് എടുക്കുക എന്ന് പറയുന്നത്. തൃശ്ശൂർ ജില്ലയിലെ തന്നെ ആദ്യമായി അത് എടുത്തിട്ടുള്ളത് ജസ്മിയാണ് എന്നുള്ളതാണ് നമുക്ക് ആ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലായത്. ഈ ഹെവി ലൈസൻസ് ഒരുപാട് വനിതകൾക്കുണ്ട്. കാരണം ബസ്സൊക്കെ ഓടിക്കുന്ന വനിതകളൊക്കെ ഉണ്ട്, ട്രക്കും ഓടിക്കുന്ന, അതായത് വലിയ ഭാരവാഹനങ്ങളൊക്കെ ഓടിക്കുന്ന വനിതകളൊക്കെ തന്നെയുണ്ട്. പക്ഷേ ട്രെയിലർ ഓടിക്കുന്ന വനിതകൾ വളരെ കുറവാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ കുറവാണ്. പക്ഷേ കേരളത്തിന് പുറത്തൊക്കെ ഒരുപാട് വനിതകളുണ്ട് താനും. അപ്പോൾ അവരെയൊക്കെ കണ്ടാണ് ഈ ജസ്മി ഇങ്ങനെ തൻ്റെ ഒരു ആഗ്രഹം അത് നിറവേറ്റാൻ ഇറങ്ങി പുറപ്പെട്ടതും. അതിനോടൊപ്പം തന്നെ ഇനിയുള്ള ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട് ജസ്മിക്ക്. അതിലേക്കൊക്കെ തന്നെ പോകാനുള്ള ഒരു പ്രചോദനമൊക്കെ തന്നെ ഈ ട്രക്ക് ഡ്രൈവർമാരായ ഈ വനിതകളാണ് ജസ്മിക്ക്. എന്തായാലും അങ്ങനെ ഒരു ആഗ്രഹം, ഒരു സാധാരണ ഒരു വാഹനം ഓടിക്കാനായി ഒരുപാട് ആളുകൾ പോകും. പക്ഷേ ഇത്തരത്തിലൊരു ട്രെയിലർ ട്രക്ക് ഓടിക്കാനായുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അത് നിസ്സാരമായ ഒരു ആഗ്രഹമല്ല. കാരണം അതത്ര എളുപ്പമല്ല. അത് പുരുഷന്മാർക്കായാലും വനിതകൾക്കായാലും ആർക്കായാലും അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതിലേക്ക് എത്തുക, അതിനോടൊപ്പം തന്നെ അതിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആ ആഗ്രഹത്തിനോടൊപ്പം തന്നെ ജസ്മിയുടെ കുടുംബവും എല്ലാവരും തന്നെ ഒന്നിച്ച് നിന്നു. അതിനോടൊപ്പം തന്നെ ഭർത്താവും അച്ഛനും ഒക്കെ തന്നെ എല്ലാവരും ഒന്നിച്ച് നിന്നു. അങ്ങനെ ആ വനിതയ്ക്ക് അത് നേടാനായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തതായി വേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കണം. അങ്ങനെ അവസരങ്ങൾ തനിക്ക് ലഭ്യമാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ജസ്മി പങ്കുവെക്കുന്നത്. തീർച്ചയായും ലിഷോ. ഏതായാലും ഈ കണ്ടതുപോലെ തന്നെ നമുക്കും പറ്റുമെന്ന് ഉറപ്പിച്ചു പറയാണ്. ഒരു ഹെവി ലൈസൻസ് ഒക്കെ എടുത്തുകൂടെ എന്ന് മനസ്സിലൊരു ആഗ്രഹം വന്നാൽ, ആരെങ്കിലും ഒക്കെ ചോദിച്ചാലൊക്കെ, ഉദാഹരണമായിട്ട് ജസ്മി എന്ന് പറയുന്ന ഒരു ചേച്ചി മുമ്പിലുണ്ട് എന്നുകൂടി ഓർക്കുക. ഏതായാലും ഈ കുടുംബം അത്രയും കട്ട സപ്പോർട്ടായിട്ട് നിന്നത് കേൾക്കുമ്പോൾ അത് അവരതിനെക്കുറിച്ച് പറയുമ്പോഴും ഒരുപാട് സന്തോഷം തോന്നുന്നു. ശരി ലിഷോയ്.